ഹായ് ഗൈസ്, ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിന്റെ ടെൻഷനിന്റെ ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. അതായത് ഇസ്രായേൽ ഇന്ത്യക്ക് ഏറ്റവും വലിയൊരു സഹായമാണ് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ LOCയിൽ കുറെ ടെൻഷൻ വരെയും ഇന്ന് രാവിലെ ഫയറിംഗ് നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റ് എല്ലാ അപ്ഡേറ്റുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഒരേ ഒരു കാര്യം, നമ്മൾ ഡെയിലി ഒരു വീഡിയോ മാത്രമേ പോസ്റ്റ് ചെയ്യുള്ളൂ. ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവിധ അപ്ഡേറ്റുകളും, അതായത് എന്തെല്ലാം പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നടന്നോ അതെല്ലാം തന്നെ വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കാനുണ്ട്. അതായത് നമ്മുടെ കേരളത്തിലും, അതായത് സദേൺ പാർട്ട് ഓഫ് ഇന്ത്യയുടെ കുറെ സംസ്ഥാനങ്ങൾ എന്താ നടക്കുന്നത് എന്നുള്ള കാര്യത്തിലോട്ട് ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. അതായത് ഈ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാശ്മീരിലുള്ള ഭൂരിഭാഗം ഉള്ള മുസ്ലിംസിനെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, തീവ്രവാദികൾ ഉള്ളിലോട്ട് വന്നു, ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ചു കൊന്നു, അല്ലെങ്കിൽ മറ്റു മതത്തിലുള്ള എല്ലാവരും തെരഞ്ഞു പിടിച്ചു കൊന്നു. അപ്പോൾ ഒരു മുസ്ലിം മരണപ്പെട്ടല്ലോ എന്ന് പറയാം. അപ്പോൾ അതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു രാജ്യസ്നേഹിയായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിന് കൊന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ, അതായത് അദ്ദേഹം ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങി അവരെ തന്നെ വെടിവെക്കാൻ നോക്കി. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കൊന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ പോലെയുള്ള 100 പേരാണ് ഇന്ത്യക്ക് ആവശ്യം. അതായത് മരണപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന അദ്ദേഹത്തിനെ തന്നെയാണ്. ഇന്ത്യ ഇന്ന് ഏറ്റവും വലിയ രീതിയിൽ ആഘോഷിക്കേണ്ട ഒരു വ്യക്തി അതായിരുന്നു. കാരണം തീവ്രവാദികളെ എതിർത്ത് നമ്മുടെ ജനങ്ങളെ രക്ഷിക്കാൻ വന്ന ഒരു വ്യക്തിയാണ്. ഇത് അദ്ദേഹം മാത്രമല്ല, കാശ്മീരിലെ പല മുസ്ലിമുകളും, അതായത് ഇതേ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അങ്ങനെയുള്ള മറ്റു മതത്തിലുള്ള, അതായത് മുസ്ലിംസിനെയും എല്ലാത്തിനെയും ടൂറിസ്റ്റിനെല്ലാം അവരുടെ വീട്ടിൽ കൊണ്ടുപോയി, അതുപോലെ തന്നെ അവരുടെ സീക്രട്ട് സ്ഥലത്തെല്ലാം കൊണ്ടുപോയി രക്ഷിച്ച ആൾക്കാരാണ്. അപ്പോൾ കാശ്മീർ അങ്ങനെ വലിയ മാറ്റത്തിലോട്ടാണ് പോയിരിക്കുന്നത്. എന്നാലും ഫുൾ മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമില്ല. കാശ്മീരിലെ 1500-500ഓളം ആൾക്കാരെ സംശയത്തിന്റെ പേരിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, അതിൽ ഒരു ടോപ്പ് നേതാവും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൺഫേം അല്ല. അതിനെക്കുറിച്ച് കൺഫേം ആയതിനു ശേഷം നമ്മൾ കമ്മ്യൂണിറ്റി ടാബിലും പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തീവ്രവാദികൾ ഉള്ളിലുമുണ്ട്. പക്ഷെ നല്ല ജനങ്ങൾ ഇന്ന് നമ്മുടെ കാശ്മീരിലൊക്കെ ആയി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം. എന്നാൽ അതേ രാജ്യത്തിന്റെ താഴോട്ട് വരുമ്പോൾ, കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലോട്ട് വരുമ്പോൾ, അതായത് പാകിസ്ഥാന് വേണ്ടി കരയാനുള്ള ഒരു ന്യൂസ് ചാനൽ എന്തായാലും ഉണ്ട്, മീഡിയ വൺ. അതുപോലെ തന്നെ കുറേയധികം ജിഹാദികളും ഉണ്ട് എന്നോർക്കുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം തരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താമസം മാത്രമേ അവിടെയുള്ളൂ, കൂർ അവിടെയാണെന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലാണ്. അതായത് നമ്മൾ ഈ വാട്ടർ ട്രീറ്റി ക്യാൻസൽ ചെയ്തോടെ ഇവിടെയെല്ലാ ആൾക്കാരും അതിന് പെടഞ്ഞെണീക്കാൻ തുടങ്ങി. അതായത് ഇത് ക്യാൻസൽ ചെയ്യാൻ പാടില്ല, അവിടെയുള്ള ജനങ്ങളാണ്, അവിടെയുള്ള ജനങ്ങളാണ്, ഇവിടെയുള്ള സാധാരണ ജനങ്ങളെ കൊന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ജനങ്ങൾ വിചാരിച്ചോ, അല്ലെങ്കിൽ അവിടെയുള്ള ഗവൺമെന്റ് വിചാരിച്ചോ, തീവ്രവാദികൾ വിചാരിച്ചോ, അന്നൊന്നും ചെയ്യാതെ അപ്പോഴൊന്നും പ്രശ്നമില്ലാത്തവര് ഈ വെള്ളം നിർത്തുക എന്ന് പറയുമ്പോൾ ഇവർക്ക് സങ്കടം വരികയാണ്. അതുപോലെ തന്നെ ഇന്ത്യ എന്ത് നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാലും അവർക്ക് അതിൽ സംശയവും, അതുപോലെ തന്നെ പാകിസ്ഥാൻ ചാവുമല്ലോ എന്നുള്ളൊരു പേടിയാണ് ഇന്ത്യയിലുള്ള ആൾക്കാർ. അതുമാത്രമല്ല, ഇതൊരു തീവ്രവാദി അറ്റാക്ക് അല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മീഡിയ വൺ ചാനലടക്കം പരമാവധി ശ്രമിക്കുന്നുണ്ട്. വെള്ള പൂശാൻ വേണ്ടി പരമാവധി ശ്രമത്തിലാണ് ഇവരെല്ലാം നടക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ, അതായത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നവരുടെ, അതായത് ബൈറ്റെല്ലാം തന്നെ റീൽസിലെല്ലാം വരുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന കമന്റുകൾ ഒന്ന് വായിച്ചു നോക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും പേടിയാവുന്നത്. അതായത് നമ്മുടെ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരടക്കമാണ് വലിയ രീതിയിലുള്ള ആൾക്കാർ പറയുന്നത്. അതായത് മോളെ, നിന്റെ അഭിനയം പോരല്ലോ, കരച്ചിൽ വേണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹാസവും, അതുപോലെ തന്നെ ഇത് തീവ്രവാദികളല്ല, ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ അവർ പറയും ഇന്ത്യൻ ആർമി തന്നെ ഇവരെ വെടിവെച്ച് കൊന്നതാണ്. അത്തരത്തിലുള്ള വെളുപ്പിക്കൽ ടീംസാണ് ഇവിടെ ഉള്ളത്. പാകിസ്ഥാന് എന്തെങ്കിലും കിട്ടുകയെന്ന് പറഞ്ഞാൽ അവർ കൊള്ളും. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ രാജ്യത്തിനോടല്ല സ്നേഹം, അതായത് അവരുടെ സ്വന്തം രാജ്യമായ പാകിസ്ഥാനിലോട്ടാണ് സ്നേഹം. ഇനി അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലോട്ട് പോകാം. എയർക്രാഫ്റ്റ് കാരിയർ അറേബ്യൻ സീയിലൂടെ പാകിസ്ഥാൻ ഓഷ്യനിലോട്ട് അടുത്തോട്ട് കിടക്കുകയാണ് എന്ന് പറയുന്ന ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടി കാണും. അതുപോലെ തന്നെ മിസൈൽ ടെസ്റ്റ് അല്ലാതെ തന്നെ സക്സസ്ഫുൾ ആയി നടത്തി. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, അതായത് യുദ്ധം വരികയാണ് എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ അടുത്ത് ക്രൂഡ് ഓയിൽ വെറും 25 to 30 ദിവസത്തിനുള്ളതോ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉള്ളത്. നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ടും ബ്ലോക്ക് ചെയ്തുകൊണ്ട് പാകിസ്ഥാന്റെ ക്രൂഡ് ഓയിൽ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇത് ഇന്ത്യൻ നേവിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഉള്ള കാര്യമാണ്. അതുമാത്രമല്ല, പാകിസ്ഥാനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ന്യൂക്ലിയർ മിസൈൽ വെച്ച് അവർ പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂക്ലിയർ മിസൈൽ 3 രീതിയിലും നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു രീതിയിലും വലിയ രീതിയിലുള്ള പേടിപ്പീരൊന്നും നടക്കില്ല. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, പാകിസ്ഥാൻ എല്ലാ ബൈലാറ്ററൽ ടോക്സും, അതുപോലെ തന്നെ ബൈലാറ്ററൽ എഗ്രിമെന്റ്സും, അതുപോലെ തന്നെ സിംഗ്ല പാറ്റ് എല്ലാം ക്യാൻസൽ ചെയ്തതായിട്ട് അവർ പറയുന്നു. ഇതിന്റെ കാരണം ഇൻഡസ് ട്രീറ്റ് നമ്മൾ ക്യാൻസൽ ചെയ്തതാണ്. അപ്പോൾ ഇൻഡസ് ട്രീറ്റ് ക്യാൻസൽ ചെയ്ത് ആക്ട് ഓഫ് വാർ എന്നാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്.
അത് പൊതുവെ അതായത് ജിയോ പൊളിറ്റിക്സിലൊക്കെ എങ്ങനെയാണ് ഒരു വെള്ളം നിർത്തി കഴിഞ്ഞാൽ അതൊരു ആക്ട് ഓഫ് വാർ ആയിട്ടാണ് കണക്കിലാക്കുക. അപ്പോൾ അത് കണക്കിലാക്കിക്കൊണ്ട് 3 രീതിയിലുള്ള അറ്റാക്കുകളും ഞങ്ങൾ റെഡിയാകും എന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അതെ, 3 രീതിയിലുള്ള അറ്റാക്കുകൾ നടത്തുമ്പോൾ നമ്മളിവിടെ വായും പൊളിച്ച് നോക്കി വെക്കായിരിക്കും. അതായത് ഏറ്റവും വലിയ നാണം കെട്ട തോൽവി നടത്തിയ ഇന്നും ഏത് ആർമിയാണെന്ന് ചോദിച്ചാൽ പാകിസ്ഥാനാണ്. 93,000 സോൾജേഴ്സാണ് ഒരുമിച്ച് കീഴടങ്ങിയത്. അപ്പോൾ അങ്ങനെയുള്ള ആർമിയാണ് നമ്മളെ പേടിപ്പിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ഇപ്പോൾ എയർ ഡ്രിൽ നടത്തി എക്സസൈസ് കംപ്ലീറ്റ് ആക്കുന്നതാണ്. അപ്പോൾ ഇതും ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവർക്കും അതായത് വാറിന്റെ സൂചനയാണോ എന്നൊരു സംശയം വരുന്നുണ്ട്. കാരണം റഷ്യ ഉക്രൈൻ വാർ തുടങ്ങുന്നതിന് മുമ്പ് റഷ്യൻ ഇതേപോലെ എയർ ഡ്രിൽ ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. പെട്ടെന്നാണ് എടുത്ത് അറ്റാക്കുകൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ഇതേപോലെയുള്ള എയർ ഡ്രിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് പാകിസ്ഥാൻ കുറച്ച് ഡ്രില്ല് നടത്തുന്ന പോലെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. പക്ഷെ നമ്മളും തിരിച്ചൊരു വീഡിയോ അയച്ചിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും അത് പാകിസ്ഥാൻ ആർമിക്ക് ഇന്ത്യൻ ആർമീൻ്റെ കൂടെ പിടിച്ചു നിൽക്കുകയും മറ്റേതിനും സപ്പോർട്ട് ഇല്ലെങ്കിൽ അത് നടക്കില്ല എന്നുള്ള കാര്യം പച്ചയായ സത്യം തന്നെയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ അടുത്തതായിട്ട് അത് ടർക്കിനോട് കുറെ നന്ദിയെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടർക്കിന്റെ കുറെ ഡ്രോണുകളും പാകിസ്ഥാന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതായത് പാകിസ്ഥാന് യുദ്ധം വരികയാണെങ്കിൽ ആദ്യം വരുന്ന ഒരു രാജ്യം ചൈനയും ടർക്കിയും ആയിരിക്കും എന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത്. ചൈനയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ യുദ്ധത്തിൽ വരാൻ പറ്റുമെന്ന് വെച്ചാൽ അതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. കാരണം ഓൾറെഡി ട്രംപ് ടാരിഫ് കൂട്ടിയതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് മറ്റൊരു മാർക്കറ്റ് ഇല്ല. മാർക്കറ്റ് ഇന്ത്യ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയും ഇതെങ്ങാനും സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ചൈനീസ് ഗുഡ്സ് വളരെ രീതിയിൽ പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ ചൈനയുടെ സപ്പോർട്ട് എത്രമാത്രം വരും എന്നുള്ളത് നമ്മൾ കണ്ടറിയാനേ പറ്റുള്ളൂ. പക്ഷെ ടർക്കി എന്തായാലും അതായത് പാകിസ്ഥാൻ്റെ ഒപ്പം നിൽക്കും. കാശ്മീരിനെ സ്വതന്ത്രം വാങ്ങിക്കൊടുക്കാൻ അതായത് ഈ ടർക്കി പണ്ട് തൊട്ടേ ആയതും എർഡഗൻ കുറെ വർഷങ്ങളായിട്ട് UN ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അപ്പൂപ്പന് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ അതായത് ഇറാൻ ഒപ്പം വരും എന്നാണ് പല പാകിസ്ഥാനികളും പറയുന്നത്. അവർ തമ്മിലുള്ള ഷിയ സുന്നി പ്രശ്നം തന്നെ ഇതുവരെയും തീർത്തിട്ടില്ല. ഒപ്പം തന്നെ താലിബാനും അതായത് ഇന്ത്യൻ്റെ ഒപ്പം അറിയിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും വലിയൊരു കണ്ടംപ്റ്റ് ആയിട്ട് താലിബാൻ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ്റെ ഒപ്പം അതായത് റഷ്യ, USA, ഫ്രാൻസ്, അതുപോലെ തന്നെ ജപ്പാൻ, ഇറ്റലി, ഇസ്രായേൽ, അഫ്ഗാനിസ്ഥാൻ, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യക്ക് അതായത് ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ടായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിൽ നിന്നാണ്. അതെ, നമ്മുടെ നാട്ടിൽ പലസ്തീന് വേണ്ടി കരഞ്ഞവരെല്ലാം തന്നെ ഇപ്പോൾ ഒന്നും കൂടെ കരയാൻ വന്നിരിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ അതായത് ഇസ്രായേലിനെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കണം. എന്നിട്ട് അതായത് ഗസേനെ അവിടെ കൊണ്ടുവരണം. എന്നിട്ട് എന്ത് ചെയ്യും? ഗസ ഒരു യുദ്ധം വരുമ്പോൾ ഈ ഹമാസ് ഈ പാകിസ്ഥാനിലൂടെ നിൽക്കും. എന്നിട്ട് ഇവിടെ എല്ലാം കൂടെ അടിച്ചു പിരിയും, നമ്മളെ കൊല്ലും. ഇതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു അൾട്ടിമേറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഇസ്രായേൽ ഉള്ളതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഡയറക്റ്റ് ആയി പറഞ്ഞിരിക്കുന്നു ഇന്റലിജൻസ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളും അതുപോലെ തന്നെ എല്ലാവിധ കോർഡിനേഷനും ഇന്ത്യക്ക് കൊടുക്കും എന്ന് പറഞ്ഞ ആദ്യത്തെ രാജ്യമായി ഇസ്രായേൽ ഈ വട്ടവും മുന്നോട്ട് വന്നിരിക്കുന്നു. ഇതേപോലെയുള്ള എല്ലാ യുദ്ധങ്ങളിലും ഇസ്രായേൽ തന്നെയാണ് നമ്മളെ രക്ഷിച്ച. അതുകൊണ്ട് തന്നെയാണ് ഈ ചാനൽ തുടങ്ങിയ അന്ന് തൊട്ട് തന്നെ നമ്മൾ ഇസ്രായേലിന് അനുകൂലം ചെയ്ത വീഡിയോകൾ മാത്രം പോസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ രാജ്യം എങ്ങനെ മെച്ചപ്പെടാൻ പറ്റുമോ, ഏതെല്ലാം രാജ്യങ്ങൾ നമ്മളെ സഹായിക്കുന്നോ അത് മാത്രമോ നമ്മൾ ഈ ചാനലിലൂടെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ ഇസ്രായേൽ സഹായിക്കാനും വന്നു. അപ്പോൾ പാലസ്തീന് വേണ്ടി കരഞ്ഞ ആൾക്കാരൊന്നും തന്നെ ഇപ്പോൾ പാലസ്തീനിലെ ജനങ്ങളൊന്നും തന്നെ ഇന്ത്യക്ക് വേണ്ടി കരയാനോ അല്ലെങ്കിൽ ഇവർ അനുകൂലിക്കുന്ന അതായത് ടർക്കി ആണെങ്കിലും മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ ഇന്ത്യൻ്റെ ഒപ്പമല്ല നിൽക്കുന്നത്, അതായത് പാകിസ്ഥാൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത്. ഇവർക്കും അത് തന്നെയാണ് വേണ്ടത്. പാകിസ്ഥാനിലൂടെ ഒരു ഖിലാഫത്ത് മൂവ്മെന്റ് ഇന്ത്യയിൽ വരികയാണെങ്കിൽ അതിനും വലിയ സന്തോഷം മലയാളികൾ കുറെ പേർക്ക് ഉണ്ടാകാനില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ LOCയിലാണ്. LOCയിൽ ഇന്ന് രാവിലെ 2 മണി തൊട്ട് അറ്റാക്കുകൾ നടന്നതായിട്ട് പറയുന്നുണ്ട്. അതായത് LOC ക്രോസ് ചെയ്ത് പാകിസ്ഥാനിലെ അതായത് കുറെ ആർമി ആൾക്കാരെല്ലാം വന്നതായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ സ്ട്രോങ് റിട്ടാലിയേഷൻ തന്നെ ഇന്ത്യൻ ആർമി കൊടുത്തിട്ടുമുണ്ട് എന്നതാണ് ഇതുവരെയുള്ള റിപ്പോർട്ട്. അതായത് കാഷ്വാലിറ്റി ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ വീഡിയോ എടുക്കുന്ന ഏകദേശം 8:30 ആ സമയത്തോടെ ഒരു പ്രശ്നം ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ആർമി ഓഫീസർ ഒരു ജവാനെ അതായത് പാകിസ്ഥാൻ ബോർഡറിൽ കിടന്നു എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ നെഗോസിയേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കണം. കാരണം നമ്മുടെ ജവാനാണ്.